അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഗബ്രിയൽ ഗാർഷ്യ മാർക്വേസ് ആണ്. അദ്ദേഹം ഒരു കൊളംബിയൻ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വെച്ചുള്ള റൈറ്റിങ്സ് വളരെ ഫേമസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന സ്റ്റോറി. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. The light was weak even at noon. When Felayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. അപ്പോൾ ഈ കഥയിൽ ആദ്യം നമ്മൾ കാണുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഫെലായോ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ എങ്കിലും ലൈറ്റ് വളരെ വീക്കാണ്. അതായത് തെളിഞ്ഞ് നമുക്ക് നല്ല തെളിമയുള്ള വെളിച്ചമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അകലെയുള്ളതൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞു ഉള്ളെങ്കിലും ലൈറ്റിന്, അതായത് വെളിച്ചത്തിന് അത്രയും ഒരു ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഫെലായോ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോർട്ട് യാർഡിൻ്റെ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് എന്തോ മൂവ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ എന്തോ ചലിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ ഈ ലൈറ്റ് വീക്ക് ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തോ ഒന്ന് ചലിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. He had to go very close to see that it was an old man, a very old man. The man was lying face down in the mud. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ചലിക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും അടുത്തേക്ക് പോയി. അപ്പോൾ അടുത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതാരാണ്, അതൊരു പ്രായമായ ഒരു മാനാണ്, ഒരു പ്രായമായ ഒരാളായിരുന്നു. വളരെ പ്രായമായ ഒരാളായിരുന്നു എന്ന് വെച്ചാൽ പ്രായമായിരുന്ന ആൾ മാത്രമല്ല, വളരെ പ്രായമായ ഒരാളായിരുന്നു ആ ഒരു ചലിക്കാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ആ മഡിലേക്ക്, അതായത് ആ ചെളിയിലേക്ക് മുഖം അമർത്തിയിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേൽക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അതാണ് അവിടെ അദ്ദേഹത്തിന്, അതായത് നമ്മുടെ ഫെലായോയ്ക്ക് ചലിക്കുന്നതായിട്ട് തോന്നിയത്, ദൂരെ നിന്ന് നോക്കിയപ്പോൾ ചലിക്കുന്നതായിട്ട് തോന്നിയത് അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇംപെഡഡ് ബൈ ഹിസ് എനോമസ് വിങ്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് എന്തുണ്ട്? വിങ്സും കൂടിയുണ്ട്. ചിറകുകളുള്ള ഒരു പ്രായമായ മനുഷ്യനായിരുന്നു നമ്മുടെ ആ ഒരു ഫെലായോയുടെ വീട്ടിൻ്റെ മുറ്റത്ത് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് കിടക്കുന്നത്. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, ഫെലായോ ran to get Elisenda, his wife. She was putting compresses on their sick child. അപ്പോൾ ഇതൊക്കെ കണ്ട് ഒരു ചിറകുള്ള പ്രായമായ മനുഷ്യനെ കണ്ടപ്പോൾ ആർക്ക് പേടിയായി? നമ്മുടെ ഫെലായോയ്ക്ക് പേടിയായി. അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക്, എലിസെൻഡ എന്ന് പറയുന്ന വൈഫിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോവുകയാണ്. എലിസെൻഡ എന്നാണ് ആ വൈഫിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ആ വൈഫിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ വൈഫ് എന്ത് ചെയ്യുമായിരുന്നു, ആ ഒരു അവരുടെ സിക്കായി കിടക്കുന്ന ചൈൽഡിന് ചുറ്റും ഇങ്ങനെ കംപ്രസസ് ഒക്കെ വയ്ക്കുകയായിരുന്നു. അതായത് ആ ഒരു സിക്കായിട്ട് വയ്യാതെ കിടന്ന ആ ചൈൽഡിനെ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു വൈഫ് എന്ന് പറയുന്നത്. ആ സമയത്തേക്ക് ഈ കാഴ്ച കണ്ട് ഈ ചിറകുള്ള ഓൾഡ് മാൻ അവരുടെ വീടിൻ്റെ കോർട്ട്യാർഡിൽ കിടക്കുന്നത് കണ്ട് എലിസെൻഡയുടെ അടുത്തേക്ക് ഫെലായോ പേടിച്ച് പോവുകയാണ്. He took her to the rear of the courtyard. They both looked at the fallen body. അപ്പോൾ ഫെലായോ നമ്മുടെ എലിസെൻഡയും കൊണ്ട് വരികയാണ്, ആ ഒരു കോർട്ട്യാർഡിലേക്ക് വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഫാളൻ ബോഡിയിലേക്ക്, ആ ഒരു ഓൾഡ് മാൻ്റെ, ആ വെരി ഓൾഡ് മാനെ കാണിച്ചു കൊടുക്കുകയാണ്. എലിസെൻഡയ്ക്ക് ഫെലായോ കാണിച്ചു കൊടുക്കുകയാണ്. The man was dressed like a rag picker. There were only a few faded hairs left on his bald skull and very few teeth in his mouth. His pitiful condition seemed that of a drenched great-grandfather. This took away any sense of grandeur he might have had. His huge bizarre wings, dirty and half-plucked, were entangled in the mud. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഒരു റാക്ക് പിക്കറിനെ കണക്കാണ് ഇരിക്കുന്നത്. അതായത് അദ്ദേഹം ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് റാക്ക് പിക്കറിനെ കണക്കാണ്. അതായത് പഴയ ക്ലോത്ത്സൊക്കെ വാങ്ങിച്ചിട്ട് വിൽക്കുന്ന ആളിനെ പോലെയാണ് അദ്ദേഹത്തിനെ നമുക്ക് ഡ്രസ്സ് ചെയ്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ 1-2 മുടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ വായിലാണെങ്കിൽ 2-3 പല്ലുകൾ, കുറച്ച് പല്ലുകളും കുറച്ച് മുടികളും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ തലയിലും വായിലുമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പിറ്റിഫുൾ കണ്ടീഷനൊക്കെ കാണുമ്പോൾ, അതായത് ഇത്രയും സഹതാപകരമായിട്ടുള്ളൊരു കണ്ടീഷനൊക്കെ അത് കാണുമ്പോൾ ഇവർ തോന്നുകയാണ് അതൊരു ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായിട്ട് തോന്നുകയാണ്. അല്ലെങ്കിൽ എന്താണ്, ഡ്രെഞ്ച്ഡ് ആയിട്ടുള്ളൊരു വളരെ പ്രായമുള്ള ഒരാളായിട്ട് തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ അവർക്ക് അദ്ദേഹത്തിനോടുണ്ടായിരുന്ന അവസാന സെൻസ് ഓഫ് ഗ്രാൻറ്റ്യൂർ, അതായത് ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ഫീലിങ്സ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്, ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്, വെയർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിങ്സ്, ആ 2 വലിയ ഹാഫ് പ്ലക്ഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗമൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു സാധനം, ആ ഒരു വിങ്സൊക്കെ എന്ത് ചെയ്യുകയാണ്, ആ മഡിലേക്ക്, ആ ചെടിയിലേക്ക് അങ്ങനെ മൂടിക്കിടക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് എഴുന്നേൽക്കാനായിട്ട് കുറച്ച് പാടുപെടുന്നത്. They looked at him so long and so closely that Felayo and Elisenda very soon overcome their surprise. In the end, they found him familiar. Then they dared speak to him. He answered in an incomprehensible dialect with a strong sailor's voice. അപ്പോൾ ഒരുപാട് അടുത്ത് നിന്ന് ക്ലോസ് ആയിട്ട് ഫിലായോ എലിസൻ്റെ അദ്ദേഹത്തെ വീക്ഷിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ആദ്യമൊക്കെ സർപ്രൈസ് ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു ഫെമിലിയാരിറ്റി വന്നു. അതായത് അവരുടെ സർപ്രൈസൊക്കെ പോയി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവർ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം മറുപടി പറയുന്നതെന്ന് വെച്ചാൽ ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റിലാണ്. അതായത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ, അദ്ദേഹം എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അതായത് ഫിലായോയ്ക്കും എലിസൻ്റെയ്ക്കും മനസ്സിലാക്കുന്നില്ല, എന്താണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വോയിസ് വളരെ സ്ട്രോങ് ആണ്. പക്ഷേ അദ്ദേഹം സംസാരിക്കുന്ന ഡയലക്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന്, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇവർക്കിലേക്ക് കണക്റ്റ് ആവുന്നില്ല, ഇത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. Then they called in a neighbor woman to see him. All she needed was one look to show them their mistake. "He's an angel," she told them. "He must have been coming for the child, but the poor fellow is so old that the rain knocked him down." അപ്പോൾ ഇവർ അവസാനം ഒരു കൺക്ലൂഷൻ എത്തുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇവർ അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. എന്തായിരുന്നു കൺക്ലൂഷൻ? ഇദ്ദേഹം ഒരു കാസ്റ്റ് അവേ ആണ്. അതായത് ഈ ഒരു ഫോറിൻ ഷിപ്പിൽ നിന്നും ഏതോ ഒരു കപ്പലിൽ നിന്നും സ്റ്റോം കാരണം, അതായത് കൊടുങ്കാറ്റ് കാരണം കടലിൽ നശിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കപ്പലിൽ നിന്നും ഒഴുകി വന്ന ഒരാളായിരുന്നു ഇദ്ദേഹം എന്നായിരുന്നു അവസാനം അവരെത്തിയ ഒരു കൺക്ലൂഷൻ. അവസാനം അവരങ്ങനെ അനുമാനിക്കുകയാണ്, ഇതായിരിക്കും സംഭവം. ഇദ്ദേഹം ഏതെങ്കിലും ഒരു ഫോറിൻ കപ്പലിൽ പോകുന്ന വഴിക്ക് ഒരു സ്റ്റോം കാരണം ഈ കപ്പൽ നശിക്കുകയും അവരെന്ത് ചെയ്യുകയാണ്, ആ കടലിൽ നിന്ന് അദ്ദേഹം ഒഴുകി ആ ഒരു കരയിലേക്ക് എത്തിയതായിരിക്കും എന്ന് അവരൊരു കൺക്ലൂഷനിൽ എത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു നെയ്ബർ വുമണിനെ വിളിക്കുകയാണ്. ഒരു അയൽവക്കത്തുള്ള ഒരു സ്ത്രീയെ വിളിക്കുകയാണ് ഇദ്ദേഹത്തെ കാണിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സ്ത്രീ വരുന്നു. ഒറ്റ തവണ കണ്ടപ്പോൾ തന്നെ ഇവർ പറയുകയാണ്, ആ ഒരു സ്ത്രീ ഈ നമ്മുടെ ഫിലായോയുടെ അടുത്തും എലിസൻ്റെ അടുത്തും പറയുകയാണ്, ഹീസ് ആൻ ഏഞ്ചൽ. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു മാലാഖയാണ്, ഒരു ഏഞ്ചലാണ്. അദ്ദേഹം പറയുകയാണ്, അവർ പറയുകയാണ് അദ്ദേഹം കുട്ടിയെ തിരക്കി വന്നതായിരിക്കും. പക്ഷേ ഈ മഴ കാരണം എന്ത് ചെയ്യുന്നു, ആ മഴ അദ്ദേഹത്തെ നനച്ചു കുതിർത്ത് താഴേക്ക് ഇടുന്നു, ഇതായിരിക്കും ഉണ്ടായത് എന്ന് പറയുകയാണ്. The following day, everyone knew that a flesh and blood angel was held captive in Felayo's house. Felayo watched over him all afternoon from the kitchen, armed with his bailiff's club. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. അപ്പോൾ പിറ്റേ ദിവസം എല്ലാവരും അറിയുകയാണ്, ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അറിയുകയാണ് എന്താണ്, ഫെലായോയുടെ ഹൗസിൽ ഒരു ഏഞ്ചൽ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ഏഞ്ചൽ ഉണ്ട് എന്ന് എല്ലാവരും, ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അറിയുകയാണ്. അപ്പോൾ ഈ ഫെലായോ എന്ത് ചെയ്യും, അവൻ്റെ കിച്ചണിൽ ഇരുന്ന് ആഫ്റ്റർനൂൺ വരെയൊക്കെ അല്ലെങ്കിൽ വൈകുന്നേരം വരെയൊക്കെ എന്ത് ചെയ്യും, ആ ഫെലായോ അവൻ്റെ കിച്ചണിൽ ഇരുന്നിട്ട് ആ ഫോളൻ ഏഞ്ചലിനെ ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ ആ ഒരു വീണ്ടടക്കുന്ന ഏഞ്ചലിനെ നോക്കും. അപ്പോൾ അവൻ്റെ കയ്യിലൊരു ആംഡ് വിത്ത് ബെയിലിസ് ക്ലബ്, അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ആയുധവും അവൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു കിച്ചണിലിരുന്ന് ആ ഒരു ഏഞ്ചലിനെ നോക്കുന്നത്. അപ്പോൾ അവൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ ഏഞ്ചലിനെ അവൻ പിടിച്ചുകൊണ്ട് വന്ന് ആ ഹെൻസിനൊപ്പം, ആ ഒരു കോഴികൾക്കൊപ്പം ആ കോഴിക്കൂടിനകത്ത് വയ്ക്കും. എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ് ദ ചൈൽഡ് woke up without a fever and with a desire to eat. Then they felt magnanimous. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ അവരുടെ കുട്ടി ഉണരുകയാണ്. അതായത് പനിയോ മറ്റോ ഒന്നും ഇല്ലാതെ എന്താണ് ഒരു ഡിസയർ ടു ഈറ്റ്, ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമായിട്ട് പാതിരാത്രി ഉണരുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. എന്ത് ചെയ്യുന്നു, അവർ ഡിസൈഡ് ചെയ്യുകയാണ് ആ ഏഞ്ചലിനെ ആ സ്ഥലത്തു നിന്ന് മാറ്റി ഫ്രഷ് വാട്ടറും പ്രൊവിഷൻസും ഒക്കെ ആയിട്ട് ഒരു 3 ദിവസത്തേക്ക് അവിടെ നിന്ന് മാറ്റി കുറച്ചുകൂടെ നല്ല സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ 3 ദിവസം കഴിയുമ്പോൾ ആ ഏഞ്ചലിൻ്റെ പാട്ടിന് വിടുക. അതായത് എങ്ങോട്ടാണോ അതിന് പോവേണ്ടത് അങ്ങോട്ടേക്ക് വിടുക, അല്ലെങ്കിൽ ഹൈ സീസിൽ കൊണ്ടാക്കുക, എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ് അവർ അവസാനം എത്തിയ ഒരു ഡിസിഷൻ. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. The visitors were tossing him things to eat through the openings in coop.
It was as if he weren't a supernatural creature but a circus animal. അപ്പോൾ പിറ്റേ ദിവസം എഴുന്നേറ്റ് ആ കോർട്ട് യാർഡിലേക്ക് പോകുമ്പോൾ നേരം വെളുത്ത് അല്ലെങ്കിൽ പകൽ വരുന്നതേ ഉള്ളൂ. ആ ഒരു ഡൗൺ അല്ലെങ്കിൽ ആ ഒരു പുലർച്ചെ ആ ഒരു ഫസ്റ്റ് ലൈറ്റൊക്കെ വരുന്ന സമയത്താണ് ഇവർ എഴുന്നേറ്റ് ചെല്ലുന്നത്. അപ്പോൾ ആ കോർട്ട് യാർഡിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവരുടെ ചുറ്റുമുള്ള നെയ്ബർഹുഡ് അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള താമസിക്കുന്ന ആൾക്കാരെല്ലാം അവരുടെ വീടിൻ്റെ കോർട്ട് യാർഡിലുണ്ട്. എന്നിട്ട് ആ ചിക്കൻ കൂപ്പിന് ചുറ്റും ഇരുന്ന് ആ ഏഞ്ചലിനൊക്കെ ഈ ആ ഒരു ചെറിയ ഹോളുകളിലൂടെയൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, കഴിക്കാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ അവരുമായിട്ട് ആ ഏഞ്ചലുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കൗതുകം അതവിടെ കാണുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സൂപ്പർ നാച്ചുറൽ ഏഞ്ചൽ എന്നൊക്കെ പറഞ്ഞ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറാണല്ലോ. അപ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറിനെ കണ്ട പോലെയല്ല, പകരം ഒരു സർക്കസ് അനിമലിനെ കാണുന്ന പോലെയാണ് അവർക്കൊരു തോന്നിയത്. അങ്ങനെയാണ് അവർ പെരുമാറുന്നത്. ആ നെയ്ബർഹുഡെല്ലാം വന്നിട്ട് ആ ചിക്കൻ കൂപ്പിന് ചുറ്റും ഇരുന്നിട്ട് ഒരു സർക്കസ് അനിമലിനെ കാണുന്ന പോലെക്കാണ് പെരുമാറിയത്. The news of the captive angel spread with great rapidity. After a few hours, the courtyard had the bustle of a marketplace. The couple had to call in troops to disperse the mob. അപ്പോൾ ഈ ഒരു ഏഞ്ചലിനെ, ക്യാപ്റ്റീവ് ഏഞ്ചലിൻ്റെ കാര്യം, ഈ ഒരു ഏഞ്ചലിൻ്റെ വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഏഞ്ചലിനെ കിട്ടിയ കാര്യം, അല്ലെങ്കിൽ ഏഞ്ചൽ അവിടെ വന്ന കാര്യമൊക്കെ വളരെ വേഗം എല്ലായിടത്തും പടരുകയാണ്. പെട്ടെന്ന് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കോർട്ട്യാർഡിൽ ഒരു മാർക്കറ്റ് പ്ലേസിനേക്കാളും അല്ലെങ്കിൽ ഒരു ചന്തയേക്കാളും ആളുകൾ അവിടെ ഒത്തുകൂടുകയാണ് ഈ ഏഞ്ചലിനെ കാണാനായിട്ട്, ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒത്തുകൂടുകയാണ്. അവസാനം അവർക്ക് ട്രൂപ്പിനെ വിളിക്കേണ്ടി വന്നു, ഇവരെയൊക്കെ ഒന്ന് ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റാനായിട്ട് അവസാനം ട്രൂപ്പിനെ വിളിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു വലിയൊരു സിറ്റുവേഷനിലേക്ക് ഈ കാര്യങ്ങളെല്ലാം പോവുകയാണ്. They got the idea of fencing in the yard and charging 5 cents for admission to see the angel. The curious came from far away. The most unfortunate invalids on earth came in search of health. അപ്പോൾ അവർക്കൊരു ഐഡിയ വന്നു, ഈ കപ്പിളിന് ഒരു ഐഡിയ വരികയാണ്. എന്താണ് ഐഡിയ? ഈ വീടിന് ചുറ്റും ഒരു ഫെൻസിങ്, ഒരു മതിൽ കണക്കെന്തെങ്കിലും പണിയണം. അതുപോലെ തന്നെ ഈ ഏഞ്ചലിനെ കാണാൻ വരുന്നവർക്ക് ഒരു കൈൻഡ് ഓഫ് അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് കണക്ക് 5 സെൻസ് വാങ്ങിക്കുകയും ചെയ്യണം. 5 സെൻസ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഏഞ്ചലിനെ കാണാൻ പറ്റുള്ളൂ എന്ന ലെവലിലേക്ക് മാറ്റാൻ അവർ ആലോചിക്കുകയാണ്. അപ്പോൾ ഈ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഏഞ്ചലിനെ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന അത്രയും ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ ദൂരദേശങ്ങളിൽ നിന്ന് തന്നെ വരാൻ തുടങ്ങി. പിന്നെ ഈ ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ്, അതായത് ഈ ദുർഭാഗ്യമൊക്കെ നേരിട്ടവർ ബെറ്റർ ഹെൽത്തിനും കാര്യങ്ങൾക്കുമായിട്ട് ഒക്കെ ഈ ഏഞ്ചലിനെ കാണാനായിട്ട് വന്നു തുടങ്ങി. കാരണം അതൊരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറാണല്ലോ. അങ്ങനെ ഒക്കെ ഉള്ളൊരു കാര്യങ്ങൾ തുടങ്ങി. ഫെലായ ആൻഡ് ലിസൻഡ were happy with fatigue. In less than a week, they had crammed their rooms with money. Still, the line of pilgrims waiting their turn to enter reached beyond the horizon. അപ്പോൾ ഫെലായോ എലിസൻ്റെയൊക്കെ അവസാനം ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തളർന്നു. പക്ഷേ അവർ ഭയങ്കര സന്തോഷവാന്മാരാണ്. എന്താണ് അവർ തളർന്നുവെങ്കിലും ഭയങ്കര സന്തോഷവാന്മാരാണ്. കാരണം ഈ ഏഞ്ചലിൻ്റെ വരവോടുകൂടി ഇവരുടെ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, 5 സെൻസ് മേടിക്കുക എന്നുള്ള ഐഡിയയോടുകൂടി ഈ ഒരു 5 സെൻസ് എന്ന് പറയുന്ന ഒരു നാണയമാണ്, സെൻറ്റ് എന്ന് പറയുന്ന നാണയമാണ്. അതിൽ 5 സെൻസ് അത് വാങ്ങിച്ചാണ് ഏഞ്ചലിനെ കാണിക്കാൻ അവർ അനുവദിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവരുടെ റൂം മൊത്തവും പണം കൊണ്ട് നിറയുകയാണ്, ഫുള്ള് ക്യാഷ് കൊണ്ട് നിറയുകയാണ്. ഇനിയും അവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പിൽഗ്രിമേജേഴ്സ് അല്ലെങ്കിൽ ഭക്തരൊക്കെ ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സിറ്റുവേഷൻ. അപ്പോൾ ഈ ഏഞ്ചലിനെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ആളുകൾ 5 സെൻസും കൊടുത്ത് വരികയാണ്. The angel was the only one who took no part in his own act. He spent his time trying to get comfortable in his borrowed nest. At first, they tried to make him eat some mothballs, but he ate nothing but eggplant mush. അപ്പോൾ ഇതിലൊന്നും ഇടപെടാതിരിക്കുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ഈ ഏഞ്ചൽ മാത്രമാണ്. ഏഞ്ചൽ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കംഫർട്ടബിൾ ആവാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു കൂട്ടിൽ അല്ലെങ്കിൽ ഒരു പുതിയ നെസ്റ്റിൽ അദ്ദേഹം കംഫർട്ടബിൾ ആവാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ നെസ്റ്റ് എന്ന് പറയുന്നത് ചിക്കൻ കൂപ്പിനകത്ത് അദ്ദേഹം കംഫർട്ടബിൾ ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഈ ഏഞ്ചലിന് കഴിക്കാനായിട്ട് മോത്ത് ബോൾസ് ഒക്കെ കൊടുത്തു. പക്ഷേ അദ്ദേഹം എന്ത് മാത്രമേ കഴിക്കുള്ളൂ? അദ്ദേഹം എഗ് പ്ലാന്റ് മഷ് മാത്രമേ കഴിച്ചുള്ളൂ. His only supernatural virtue seemed to be patience. He was quite patient when the hen pecked at him, searching for the parasites in his wig. He was patient again when the cripples pulled out his feathers to touch their limbs with. He remained patient when even the most merciful threw stones at him. After all,
They were only trying to get him to rise so they could see him standing. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏഞ്ചലിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരേ ഒരു സൂപ്പർ നാച്ചുറൽ വിർച്യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കഴിവെന്ന് പറഞ്ഞ് ആൾക്കാർക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ അദ്ദേഹം എക്സിബിറ്റ് ചെയ്ത സാധനം അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് മാത്രമായിരുന്നു. അദ്ദേഹം വളരെ പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ ആ ഒരു ഹെൻസ് വന്ന്, കോഴികൾ വന്ന് അദ്ദേഹത്തിൻ്റെ ചിറകുകളിൽ പാരസൈറ്റ്സിന് വേണ്ടി കൊത്തുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇങ്ങനെ കോഴികൾ വന്ന് അദ്ദേഹത്തിനെ കൊത്തുകയാണെങ്കിലോ അദ്ദേഹം വളരെ പേഷ്യൻ്റായിട്ട് നിന്നു. അല്ലാതെ അദ്ദേഹം വയലൻ്റായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയും ചെയ്തില്ല. വളരെ പേഷ്യൻ്റായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ തൂവലുകൾ, ഇദ്ദേഹത്തിൻ്റെ ചിറകുണ്ടല്ലോ, ആ ചിറകുകളിൽ തൂവലുകൾ ഇങ്ങനെ പിക്ക് ചെയ്യാൻ നോക്കുമ്പോഴും ഇദ്ദേഹം വളരെ പേഷ്യൻ്റായിരുന്നു. പിന്നെ ആൾക്കാർ ഇദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ഇദ്ദേഹത്തിന് നേർക്ക് കല്ലുകളൊക്കെ എറിയുമ്പോഴും എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം വളരെ പേഷ്യൻ്റായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് എറിയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഏഞ്ചൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് കല്ലുകൾ എറിയുന്നത്. പക്ഷേ ആ കല്ലുകൾ കയറി കൊള്ളുമ്പോഴും ഇദ്ദേഹം എന്താണ്, വളരെ പേഷ്യൻസിൽ, വളരെ സമാധാനത്തിൽ അവിടെ നിൽക്കുകയാണ്. It so happened that during those days there arrived in the town a traveling show. The main attraction was a woman who had been changed into a spider by bursts of thunder and lightning. The admission fee to see her was less than fee to see the angel, so the people flocked to see her. They were also permitted to ask her all the matter of questions about her absurd state. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ടൗണിലേക്ക് ഒരു ട്രാവലിംഗ് ഷോ കടന്നു വരികയാണ്. അതായത് ഒരു 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 പരിപാടി കണക്ക്, ഒരു ഷോ കണക്ക് വരികയാണ്. അപ്പോൾ ആ ഷോയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ലൈറ്റ്നിങ്ങും തണ്ടറും കാരണം ഇടിമിന്നലൊക്കെ ഏറ്റ് സ്പൈഡറായിട്ട് മാറിയ ഒരു വുമൺ, ഇടിമിന്നലേറ്റ് സ്പൈഡറായിട്ട് മാറിയ ഒരു വുമണാണ് ആ സർക്കസിലെ ആ ഒരു ഷോയിലെ പ്രധാന അട്രാക്ഷൻ. അപ്പോൾ ഈ സ്പൈഡറായിട്ട് മാറിയ വുമണിനെ കാണാനായിട്ട് ഉള്ള ചാർജ് അല്ലെങ്കിൽ ഫീസ് എന്ന് പറയുന്നത് ഏഞ്ചലിനെ കാണാനുള്ള 5 സെൻസിനേക്കാൾ കുറവാണ്. അതായത് ഏഞ്ചലിനെ കാണാനുള്ള നമ്മുടെ ആ ഒരു ഏഞ്ചലിനെ കാണാനുള്ള ആ ഒരു അഡ്മിഷൻ ഫീസിനേക്കാൾ കുറവായിരുന്നു ആ സ്പൈഡർ ആയിട്ട് മാറിയ വുമനെ കാണാനുള്ള അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്തു, ഈ ഏഞ്ചലിനെ കാണുന്നതിന് പകരം അടുത്ത ആ സ്പൈഡറായിട്ട് മാറിയ വിമനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുമാത്രമല്ല, ആ വിമൻ എങ്ങനെയാണ് ഇങ്ങനെ പറ്റിയത്, അവരുടെ സ്റ്റേറ്റ്, അവരുടെ ഈ അബ്സേർഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടല്ലാത്ത ഉള്ളൊരു അവസ്ഥയെക്കുറിച്ചൊക്കെ ചോദിക്കാൻ ഉള്ള അനുവാദവും ഉണ്ടായിരുന്നു. അതിനെല്ലാം ആ വിമൻ ഉത്തരം പറയുന്നതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ പോവുകയാണ്. ആരുടെ, ആ വുമനെ കാണാനായിട്ട്, സ്പൈഡറായിട്ട് മാറിയ വുമനെ കാണാനായിട്ട് പോവുകയാണ്. The owners of the house had no reason to lament. With the money they saved, they built a 2-story mansion with balconies and gardens. It also had a high netting so that crabs wouldn't get in during the winter. The iron bars on the windows so that angels wouldn't get in. പക്ഷേ ഈ ഓണേഴ്സ്, ഈ വീടിൻ്റെ ഓണേഴ്സിന് വിഷമിക്കാൻ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താണ്, ഈ ഒരു പൈസ അവർ സേവ് ചെയ്ത് വെച്ച പൈസ വെച്ച് അവരെന്ത് ചെയ്യുന്നു, ഒരു 2 നില മാൻഷൻ അല്ലെങ്കിൽ ഒരു വീട് കണക്ക് പണിയാണ്. ബാൽക്കണീസും ഗാർഡൻസും ഒക്കെ ഉള്ള ആ ഒരു ഡബിൾ സ്റ്റോർ കെട്ടിടം പണിയാണ്. അതുപോലെ തന്നെ വിൻ്റർ സമയത്ത് ഈ ക്രാബുകൾ, ഞണ്ടുകളൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ നെറ്റിംഗ് ഒക്കെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ വിൻഡോസിലൊക്കെ അയൺ ബാർസ് വെച്ച്, ഇരുമ്പ് കമ്പികൾ വെച്ച് തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. എന്തിനാണ്, ഏഞ്ചൽസ് ഒന്നും അകത്ത് കയറാതിരിക്കാൻ. Philaio also set up a rabbit warren and gave up his job as a bailiff for good. Elisenda bought some satin pumps with high heels and many dresses of iridescent silk. ഇപ്പോൾ എന്താണ് അടുത്ത്, ഫിലായോ ഒരു റാബിറ്റ് വാരൻ, ഈ റാബിറ്റ്സ് ഇങ്ങനെ നോക്കുന്ന ഒരു സംഭവമൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബെയിലിഫ് ആയിട്ടുള്ള, ആ ഗുഡ്സിൻ്റെ ബെയിലിഫ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. എലിസൻ്റെ എന്ത് ചെയ്യുന്നു, ഒരുപാട് സെറ്റൈൻ പംപ്സും ഹൈ ഹീൽസും ഒരുപാട് ഡ്രസ്സുകളും ഒക്കെ വാങ്ങിക്കുകയാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ട്, ലക്ഷറിയസ് ആയിട്ട് അവർ ജീവിക്കാൻ ആരംഭിക്കുകയാണ്. The chicken coop was the only thing that didn't receive any attention. The dung heap stench from the coop was turning the new house into an old one. At first, when the child learned to walk, they were careful that he did not get too close to the coop. But then they began to lose their fears and got used to the smell. Before the child got his second teeth, he had gone inside the chicken coop to play as the wires were falling apart. They both came down with the chicken pox at the same time.
അപ്പോൾ അവിടെ എല്ലാം മാറുകയാണ്. അവരുടെ ലൈഫായാലും ആ വീടായാലും എല്ലാം മാറുന്നുള്ളൂ. പക്ഷേ അവിടെ അറ്റൻഷൻ ലഭിക്കാത്ത ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്? ചിക്കൻ കൂപ്പ് മാത്രമാണ്. അത് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവരുടെ ആ ഒരു സ്മെൽ, അവിടുത്തെ ആ ഒരു സ്മെല്ലൊക്കെ കാരണം വീട് പുതിയതായെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ പഴയതായിട്ട് തന്നെ തുടർന്നു. അപ്പോൾ ആദ്യം ഈ അവരുടെ ആ ഒരു കുട്ടി നടക്കാൻ ആരംഭിച്ചപ്പോൾ അവർ കെയർഫുൾ ആയിരുന്നു. ആ ചിക്കൻ കൂപ്പിൻ്റെ അടുത്തേക്കൊന്നും പോവാതെ അവനെ വിടാതിരിക്കാനായിട്ട് അവർ വളരെ കെയർഫുൾ ആയിരുന്നു. പക്ഷേ ഗ്രാജുവലി അവരുടെ പേടിയൊക്കെ മാറി. അതുപോലെ തന്നെ ആ സ്മെല്ലുമായിട്ട് അവർ യൂസ്ഡായി. പിന്നെ അവന് രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പ് അവൻ ആ ചിക്കൻ കൂപ്പിനകത്തേക്ക് കളിക്കാനായിട്ട് കയറി. കാരണം ആ ചിക്കൻ കൂപ്പൊക്കെ പഴയതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ അതിനകത്തേക്ക് കയറി. അപ്പോൾ they both came down with the chicken pox at the same time. ഇതേ സമയത്ത് എന്ത് ചെയ്യുന്നു? ബാക്കി രണ്ടുപേരും ചിക്കൻ പോക്സുമായിട്ട് വരികയാണ്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കപ്പിൾസിന് രണ്ടുപേർക്ക്, ഫെലായോയ്ക്കും വൈഫിനും ചിക്കൻ പോക്സ് വരികയാണ്. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. He found so much whistling in the heart and so many sounds in the kidneys. What surprised him most, however, was the logic of his wings. They seemed so natural on that completely human organism. He couldn't understand why other people didn't have them too. അപ്പോൾ ഈ ചൈൽഡിനെ നോക്കിയ ഒരു ഡോക്ടറിന് ഏഞ്ചലിൻ്റെ ഹേർട്ടും ഇങ്ങനെ ശ്രദ്ധിക്കണമെന്നുണ്ട്. അല്ലാതെ അവിടെ ഒരു ഏഞ്ചലും ഉണ്ടല്ലോ, ആ ഏഞ്ചലിനെ ശ്രദ്ധിക്കണമെന്നുണ്ട്. അപ്പോൾ ഏഞ്ചലിനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹേർട്ടിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിലിങ്സ് വരുന്നുണ്ട്, കിഡ്നിയിൽ നിന്ന് സൗണ്ട്സ് വരുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇദ്ദേഹത്തിൻ്റെ ഈ ഡോക്ടറിനെ സർപ്രൈസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വിങ്സാണ്. അത് വളരെ നാച്ചുറലായിട്ടാണ് ഇരുന്നത്. അതായത് ഒരു മനുഷ്യന് ചിറകുകൾ വന്നാൽ ആ ഒരു നാച്ചുറലായിട്ടിരിക്കുകയാണ്, അല്ലാതെ ഒരു വെച്ച് പിടിപ്പിച്ചതുപോലുള്ള ഒരു ചിറകുകളല്ല, അത് വളരെ നാച്ചുറലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഡൗട്ട് വരികയാണ്, എന്താണ് ബാക്കിയുള്ള നമുക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള മനുഷ്യർക്കൊന്നും ഇങ്ങനെ ചിറകുകളില്ലാത്തതെന്ന് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. When the child began school, the sun and rain had caused the collapse of the chicken coop. The angel went dragging himself about here and there like a stray, dying man. He seemed to be in so many places at the same time. അപ്പോൾ ഈ ചൈൽഡ് സ്കൂളിലേക്ക് പോയി തുടങ്ങിയപ്പോൾ ഈ മഴയും വെയിലും ഒക്കെ കാരണം ഈ ഒരു ചിക്കൻ കൂപ്പ് കൊളാപ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഏഞ്ചൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഒരു കൊളാപ്സ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു സ്ട്രേ ഡൈയിങ് മാനിനെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരുന്നു. അതായത് ഒരേ സമയത്ത് പല സ്ഥലത്ത് എത്തുന്ന കണക്ക് അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് വരികയാണ്. He could scarcely eat, and his eyes had also become so foggy that he went about dumping into posts. Felayo threw a blanket over him and let him sleep in the shed. Only then did they notice that he had a temperature at night. They became alarmed, for they thought he was going to die. And yet he not only survived his worst winter, but seemed improved with the first sunny days. He remained motionless for several days in the furthest corner of the courtyard. At the beginning of December, some large stiff feathers began to grow in his wings. They looked like feathers of scarecrow. ഇപ്പോൾ നമ്മുടെ ഏഞ്ചലിന് സ്കേഴ്സ്ലി ഈറ്റ് ചെയ്യാൻ പറ്റും, കഴിക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഐസൊക്കെ ഇങ്ങനെ ഫോഗി ആയിട്ട് വളരെ ഒരു വിഷമഘട്ടത്തിലാണ് അദ്ദേഹം. അപ്പോൾ ഫെലായോ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ഒരു ബ്ലാങ്കറ്റൊക്കെ ഇദ്ദേഹത്തിന് നേർക്ക് നീട്ടുന്നുണ്ട്. ഇതൊക്കെ പുതച്ച് ആ ഒരു ഷെഡിലിരിക്കുകയാണ്. അപ്പോൾ ഈ വിൻ്റർ സമയമായിട്ട് അവർ വിചാരിക്കുകയാണ് എന്തായാലും ഫെലായോ വൈഫൊക്കെ വിചാരിക്കുകയാണ് എന്തായാലും ഈ ഏഞ്ചൽ ഉടനെ മരിക്കും എന്നുള്ള ചിന്തയിലേക്ക് അവർ എത്തുകയാണ്. പക്ഷേ ഏഞ്ചൽ മരിച്ചില്ല. ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു വേഴ്സ്റ്റ് ഡേയ്സ് അല്ലെങ്കിൽ ആ ഒരു വിൻ്റർ ഡേയ്സൊക്കെ അദ്ദേഹം സർവൈവ് ചെയ്തു. ആ ഒരു സമ്മർ ഡേയ്സിലെ ആദ്യ ദിവസങ്ങളൊക്കെ ആയപ്പോൾ അദ്ദേഹം കൂടുതൽ മെച്ചപ്പെട്ട കണക്കാണ് കാണപ്പെട്ടത്. അപ്പോൾ അടുത്ത ഡിസംബറിലേക്കൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിറകിൽ കുറച്ച് ഫെതേഴ്സൊക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ആ ഫെതേഴ്സ് കണ്ട ഒരു സ്കെയർ ക്രോ അല്ലെങ്കിൽ നോക്കൂത്തിയുടെ ആ ഒരു ഫെതേഴ്സ് കണക്കൊക്കെയാണ് ഇരുന്നത്. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. Then she went to the window and found the angel in his first attempts at flight. They were so clumsy that he was on the point of knocking the shed down as he couldn't get grip on the air. But then he did manage to gain altitude. അപ്പോൾ ഒരു ദിവസം എലിസണ്ട ഇങ്ങനെ ആ ഒരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ ലഞ്ചിലേക്ക് ആവശ്യമായിട്ടുള്ള ഒനിയൻസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത്
വിൻഡോയിലൂടെ നോക്കിയപ്പോൾ ഇവർ കാണുകയാണ് എന്താണ്, ഇപ്പോൾ ഫെദേഴ്സൊക്കെ വന്നല്ലോ. ഏഞ്ചൽ പറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ പറക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യമൊക്കെ അദ്ദേഹത്തിന് പറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു ഷെഡ് ഇടിച്ചിടും എന്നുള്ള ലെവലിലേക്കൊക്കെ എത്തി. പക്ഷേ അവസാനം അദ്ദേഹം കുറച്ച് ആൾട്ടിറ്റ്യൂഡ്, അതായത് കുറച്ച് പറക്കാൻ പറ്റുന്ന ലെവലിലേക്ക് അദ്ദേഹം അവസാനം എത്തിത്തരികയാണ്. എലിസൻഡ let out a sigh of relief for herself and for him when she watched him pass over the last houses. He was holding himself up in some way with the risky flapping of a senile vulture. അപ്പോൾ എലിസണ്ടയ്ക്ക് ഇപ്പോൾ ഒരു സമാധാനമായി. എലിസണ്ടയുടെ കാര്യം ഓർത്തും ആ ഒരു ഏഞ്ചലിൻ്റെ കാര്യം ഓർത്തൊക്കെ ഒരു സമാധാനമായി. അപ്പോൾ അദ്ദേഹം പറന്ന് അവസാനത്തെ വീടുകളൊക്കെ പറന്ന് പോകുന്ന കണക്കാണ് കണ്ടത്. ഒരു വൾച്ചറിനെ കണക്ക്, ഒരു സെനൈൽ വൾച്ചറിനെ കണക്ക് റിസ്കി ഫ്ലാപ്പിംഗ് ഒക്കെ നടത്തി അദ്ദേഹം പറന്ന് പോകുന്നതായിട്ടാണ് കണ്ടത്. She kept watching him even when she was through cutting the onions. She kept on watching until it was no longer possible for her to see him. He was no longer an annoyance in her life, but an imaginary dot on the horizon of the sea. അപ്പോൾ ഇദ്ദേഹത്തിന് വാച്ച് ചെയ്യാണ് ഈ ഒരു എലിസണ്ട ഈ ഒനിയൻ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഏഞ്ചലിനെ, ഈ പറന്നു പോകുന്ന ഏഞ്ചലിനെ കാണുകയാണ്. അദ്ദേഹം അവസാനം അദ്ദേഹത്തിന് കാണാൻ പറ്റാത്ത അവസ്ഥ വരെ, അതായത് ദൂരെ മാറി മാഞ്ഞു പോകുന്ന അവസ്ഥ വരെ ഈ എലിസണ്ട ഇങ്ങനെ ഏഞ്ചലിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസിൻ്റെ ഒരു സ്റ്റോറിയാണ്.